ടാസു സ്കൂളിൽ പോണ്ടേ? എഴുന്നേക്ക്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടാസിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് 2 മാസം തകർത്ത് തിമിർത്ത് കളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ടാസ് വീണ്ടും സ്കൂളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവളെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടണം. 2 മാസം വൈകി എഴുന്നേറ്റ് ഇപ്പോൾ അതൊരു ശീലമായി. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്ത് എഴുന്നേൽക്കുന്നില്ല. എഴുന്നേറ്റ് അതാ വീണ്ടും അവിടെ കിടന്നു. ഇന്നലെ കിടന്നപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ നാളെ നല്ല മിടുക്കിയായിട്ട് എഴുന്നേക്കും, ഗുഡ് ഗേളായിട്ട്, മടിയൊന്നും പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്നൊക്കെയാണ് അവൾ പറഞ്ഞിരുന്നത്. ഇതാ ഇപ്പോൾ കുറച്ച് മടിയൊക്കെ കാണുന്നുണ്ട്. ഒരു കണക്കിനിതാ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തനിയെ പല്ല് തേക്കാൻ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്താൽ കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാൻ ദാ പല്ലൊക്കെ തേപ്പിച്ച് അങ്ങനെ അവളെ മുഖമൊക്കെ കഴുകി ഇനി കുളിപ്പിച്ച് ഇനി യൂണിഫോം മാറ്റണം. യൂണിഫോമൊക്കെ ഞാൻ ഇന്നലെ തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാസ്ദ സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ മാറി. കഴിഞ്ഞ വർഷം ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു അവൾ. ഈ വർഷം ചെറിയ മടിയൊക്കെ കാണുന്നുണ്ട്. എങ്കിലും ഈ വർഷം അങ്ങനെ മടിയൊന്നും ഉണ്ടാവാതെ പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബ്ലാക്ക് ഷൂ മാറി ഇത്തവണ വൈറ്റും ബ്ലൂവും ചേർന്നൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഷൂ ആണ് ഇത്തവണയുള്ളത്. അങ്ങനെ ആൾ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. തലമുടി കെട്ടുകയാണ്. പോണിറ്റെയിലാണ് കെട്ടേണ്ടത്. അപ്പോൾ തലമുടിയൊക്കെ ചീകി ഒതുക്കി പോണിറ്റെയിൽ കെട്ടണം. തലമുടി വരുമ്പോഴത്തേനും തുടങ്ങും അവൾ ബഹളം. വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് തലമുടി ഒതുക്കി കെട്ടി വയ്ക്കുകയാണ്. 2 സൈഡിലും ചെറുതായിട്ടിങ്ങനെ 2 കൊമ്പ് കെട്ടി പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് ബാക്കിലേക്ക് ഒരു നല്ലൊരു പോണിറ്റെയിൽ കൂടി കെട്ടി കൊടുക്കണം. ഞാനിങ്ങനെയാട്ടോ മോളുടെ മുടി കെട്ടി കൊടുക്കാറ്. കാരണം അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ തിരിച്ച് അവർ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴത്തേനും അവരുടെ മുടിയെല്ലാം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നു ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടാവും. ഇതാകുമ്പോൾ നല്ല ഒതുങ്ങി മുടിയൊക്കെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 സൈഡിൽ ചെറിയൊരു കൊമ്പ് കൂടി കെട്ടി കൊടുക്കുന്നത്. ടാസുവിന് മുടി നീളം കൂടുതലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവൾക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനും അവൾ സമ്മതിക്കാറില്ല. മുടി കെട്ടിയത് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഓവർ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. ജസ്റ്റ് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും, പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കും. അല്ലാതെ കണ്ണെഴുതുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. കണ്ണെഴുതുന്നതും പുരുകെഴുതുന്നതൊന്നും ടാസിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് മാത്രം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഫുഡ് കഴിക്കുകയാണ്. കഞ്ഞിയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. നമുക്ക് അവൾക്ക് വേറെ ഫുഡൊന്നും നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് ലഞ്ചൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കഞ്ഞി കൊടുത്തയക്കും. അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്ന് അവർക്ക് പാല് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വെള്ളം കൊണ്ടുപോകേണ്ട, ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകേണ്ട, അങ്ങനെ ഒന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇതാ പ്രയറിനുള്ള സമയമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നേ ഈശ്വരചിന്തയോടുകൂടി ആരംഭിക്കുകയാണെങ്കിൽ അന്നത്തെ ആ ദിവസം നമുക്ക് നല്ല എനർജിയോടുകൂടി ഇരിക്കാൻ പറ്റും. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് ടാസുദ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. സ്കൂൾ ബസ്സിനാണ് ടാസു സ്കൂളിലേക്ക് പോകുന്നത്. നമ്മളുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് സ്കൂൾ ബസ് എത്തത്തില്ല. നമ്മൾ മെയിൻ റോഡിലേക്ക് അവളെ കൊണ്ടുചെന്ന് ആക്കേണ്ടതുണ്ട്. 8:30ക്കാണ് അവളുടെ സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ പപ്പയാണ് അവളെ കൂട്ടിയിട്ട് സ്കൂൾ ബസ്സിൽ കയറ്റാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ആയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഉഷാറായിട്ട് പോയിട്ടുണ്ട്. 2 മാസം അവൾ ഫുൾ ഇതിൽ തന്നെയായിരുന്നു. എഴുകലും കളിയും തലകുത്തിമറിയിലും കളിയും ചാട്ടവും ഒക്കെ ആയിട്ട്. വൈകിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനാട്ടോ പോകുന്നത്. പോയ ഉഷാറൊന്നും തിരിച്ചു വന്നപ്പോൾ കാണുന്നില്ല. സ്കൂൾ ബസ് ഇറങ്ങി ഒരു 200 മീറ്റർ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാനുണ്ട്.
അവൾ ഉഷാറായിട്ടൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സാധാരണ അവൾ എന്നെ കണ്ട് കഴിഞ്ഞ വർഷമൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. സ്കൂളിൽ നിന്ന് എത്തി, പ്രയറൊക്കെ കഴിഞ്ഞ് അവൾ അവളുടേതായ ആക്ടിവിറ്റീസിലേക്ക് കടക്കുവാണ്. വന്നപ്പോൾ തന്നെ മീനുകൾക്ക് ഫുഡ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ. അങ്ങനെ മീനുകൾക്ക് ഫുഡ് കൊടുത്തു. കളിയും തുടങ്ങി. ഇനി ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.